ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി സെൻറ്റ് തോമസ് ഡേ ഗായ്സ്. അപ്പോൾ ഇന്ന് സെൻറ്റ് തോമസ് ഡേ ആണ്, ദുഃഖാന തിരുനാളാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ വക ദുഃഖാന തിരുനാൾ ആശംസകൾ. അപ്പം എൻ്റെ ഇടവെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് തോമസ് ആണ്. അപ്പം ഞങ്ങൾ ഇന്നവിടെ പെരുന്നാളുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും ഞങ്ങൾ 3 പേരും കൂടെ അവിടെ പോയി കുർബാന കൂടി. അത് കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അടുത്താട്ടോ പള്ളി. കുർബാന കൂടി, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുർബാന കൂടി. പിന്നെ എന്താ ചെയ്ത് കുർബാന കൂടി, അത് കഴിഞ്ഞ് റാലിയും പോട്ടെ പ്രദക്ഷിണത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് ഊട്ടുനേർച്ച കഴിക്കാൻ പോയി. അങ്ങനെ മറ്റേ നമ്മൾ 60 രൂപയ്ക്ക് ഞങ്ങൾ അമ്പ് മേടിച്ചു. അമ്പ് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനൊരു അമ്പായിരുന്നു, അത് മേടിച്ചു. പിന്നെ എന്താ മേടിച്ചേ, അമ്പ് മേടിച്ചു. പിന്നെ അമ്പ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്പ് മേടിച്ചു. അത് കഴിഞ്ഞ് ഊട്ടുനേർച്ച കഴിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 ഐസ്ക്രീം മേടിച്ചു. അമ്മ ഒരെണ്ണം കഴിച്ചോളൂ, ഞങ്ങൾ 2 വെച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെ പോയത്, അത് കഴിഞ്ഞ് പെട്ടിക്കടയിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തൊക്കെ മേടിച്ചതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായി കാണാമായിരിക്കും, എന്നാലും ഞാൻ വീണ്ടും പറയുവാണ്. നമ്മൾ എന്തൊക്കെ പോയി മേടിച്ചത്. ഈ ഒരു കവറിൽ എനിക്ക് ഐറ്റംസ് ഫുള്ളും 100 രൂപയായിരുന്നു. ഞാൻ പണ്ടൊട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പോയപ്പോൾ പെട്ടിക്കടയിൽ ചേട്ടൻ പറഞ്ഞു, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ കളിക്കാൻ പറ്റുന്ന ലുഡോൻ്റെ സാധനം, ലുഡോൻ്റെ ഇതില്ലേ, ഒരു കാർഡ്ബോർഡ് പേപ്പറും റൈസൊക്കെ ഉള്ള സാധനം, അത് കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മേടിച്ചാലോ എന്ന് ഓർത്തു. അത് ചെന്നോട്ട് വില ചോദിച്ചതോട് ഞങ്ങൾ കണ്ണ് തള്ളി വേണ്ടെന്ന് പറഞ്ഞു. എത്രയാണ്? 100 രൂപ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? $0 നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കണം എന്ന് ഓർത്തിട്ട് ഞാനത് വാങ്ങിക്കാൻ നിന്നില്ല. ഓക്കെ, ഓൾറെഡി ഞാൻ ഡൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരു ചലഞ്ച് ചെയ്തായിരുന്നു. വീഡിയോ ഞാൻ അപ്ലോഡ് നോക്കി, പക്ഷേ അത് പെൻഡിങ് ആവുന്നു. അപ്ലോഡ് ആവാൻ കുറച്ചധികം ടൈം എടുക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യും. അത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അത് കിടപ്പുണ്ടാക്കും. ഡൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് റബ്ബറൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് 0 ബഡ്ജറ്റിൽ ഡൈസ് ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ അതിനുള്ള ആൾക്കാർ നമുക്ക് ഈ ക്ലേ ഉരുട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ പല ട്രിക്സ് ഉണ്ട് കേസ്. നമുക്ക് കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ വരച്ചുണ്ടാക്കാമല്ലോ. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലൊക്കെ ലുഡോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിക്ചേഴ്സ് വരും. അതിനെന്തെങ്കിലും ഇൻസ്പോ അടിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്തിനോട്ടൊക്കെയോ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബോക്സിങ് അങ്ങനെയൊക്കെ പറയാം. ഞാൻ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു. എടുക്കട്ടോ, എൻ്റെ മുന്നിൽ കൂടെ പൊട്ടുപോലും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് ഈ ഒരു കവറിലാണ് നമ്മൾ ഇതിൻ്റെ കണ്ടന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. പിന്നെ എന്ത് ഐറ്റംസ് കിട്ടിയാലും കാണിക്കാൻ തോന്നും. പക്ഷേ ഇതിൽ കുറച്ച് പൊട്ടുന്ന സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. പൊട്ടുന്ന മീൻസ് ക്ലിപ്പൊക്കെ പൊട്ടില്ല, ആ ടൈപ്പ് സാധനമൊക്കെ ഇരിക്കട്ടെ. അതുകൊണ്ട് നെക്കാൻ പോകുന്നില്ല ഞാൻ. നിങ്ങൾക്ക് ഓരോരോ ഐറ്റംസ് കാണിച്ചു കൊടുക്കാം. തപ്പി പിടിച്ചെടുക്കണം. ആദ്യം ഞാൻ മേടിച്ചത് ആദ്യം ഞാൻ കടയിൽ പോയപ്പോഴേക്കും കണ്ടിട്ട് മേടിച്ച ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൺഫ്ലവറിൻ്റെ ക്ലിപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൺഫ്ലവർ എന്നുവെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപർണ എന്നാണ് പേര്. അപ്പോൾ അവളുടെ തലയിൽ ഞാൻ ഈ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മേടിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ മേടിച്ചു. ഇതാണിത് കണ്ടോ, അതാണിത്. ഇതിന് ഒരെണ്ണത്തിന് 10 രൂപയാണ്. ഇതിന് 2 എണ്ണം കൂടുമ്പോൾ 20 രൂപ. അടുത്തത് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കടയിൽ പോയപ്പോഴേക്കും കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൈ കണ്ടിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എവിടെ ഒരു തൊടുപുഴ മേളം അതിന് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവൾ മേടിച്ചതാണ് ഈ ക്ലിപ്പ്. അവൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കപ്പോൾ തന്നെ മേടിക്കണം ആഗ്രഹമുണ്ട്. ഞാൻ അമ്മേനൊക്കെ കാണിച്ചു കൊടുത്തു, പക്ഷെ അത് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇതിപ്പോൾ വേറൊരു ഞാൻ സൺഫ്ലവർ മേടിക്കാൻ മാത്രമായിട്ട് ഒരു കടയിൽ പോയി. കുഞ്ഞു കടയായിരുന്നു. ഇനി വേറൊരു കടയിൽ പോയപ്പോൾ കുറച്ച് വലിയ കടയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ണ് നോട്ടിട്ടത് ഇതിലായിരുന്നു. ഇതിന് ഒരെണ്ണത്തിന് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി എനിക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്.
അപ്പോൾ ഇതായിരുന്നു നമ്മൾ മേടിച്ചത്. ഇതിന് 30 രൂപയായിരുന്നു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബുഷുകളാണ്. ഇതിന് ഒരു സെറ്റ് പോലെയാണ് കിട്ടുന്നത്. വെച്ചാൽ സെറ്റ് ഇതിന് 2 ഇങ്ങനെ ഒരു സാധനമാണ്. ആ സാധനം ഞാൻ അവിടെ വെച്ചതിന് കയറി കളഞ്ഞത് ഇതായിരുന്നത്. ഇതൊരു ക്യൂട്ട് ബോയ് ഒക്കെ ഉണ്ട്, നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടി എടുക്കാം. ഇത് ഇങ്ങനെയായിരുന്നു അത് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം, കയറ്റി വെക്കട്ടെ. ഇത് പിന്നൊക്കെ ഞാൻ ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ ഇത് പൊട്ടിച്ചു. കാരണം എനിക്ക് ക്വാളിറ്റി അറിയില്ലേ അതിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയായിരുന്നു അത് ഇരുന്നത്. ഇങ്ങനത്തെ ഒരെണ്ണത്തിന് 20 രൂപ. ഇങ്ങനെ ഇങ്ങനെ സെറ്റ് പോലെയായിരുന്നു. 2 വെച്ച സെറ്റ്, 2 സെറ്റ് പോലെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതെടുത്തു. ഈ കവർ ചെയ്യാൻ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഒരു ക്യൂട്ട് ഐറ്റമാണ്. ഇത് വരുന്നൊരു ഫിഷാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോണിനൊക്കെ ഇതെങ്ങനെ കൈയിടാം. പക്ഷെ ഞാൻ കൈയിടില്ല കേട്ടോ. എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും കൈയിടുന്ന ഇഷ്ടമല്ല. ഞാൻ ആകെ കൈയിടുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരു ടൈപ്പ് ഇങ്ങനെ റബ്ബറിൻ്റെ ടൈപ്പ് സാധനമുണ്ട്. റബ്ബറിൻ്റെ ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു ഒക്കെ സാധനമുണ്ട്. അത് ബുഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കയ്യിലിടാൻ പറ്റും കേട്ടോ. കണ്ട ഇങ്ങനെയൊക്കെ. അതിത് ഇങ്ങനെ ഇടൂല, ആ ബുഷായിട്ടേ ഇടുള്ളൂ. ഇതിന് 10 രൂപയാണ്. ഇതിനും ആ പ്രൈസിന് വർത്താണ്. ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. വർത്താണ്, ആ ഒരു പ്രൈസിന് വർത്താണ് കേട്ടോ. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എലഗൻ്റാണ്. നമ്മൾ മൊത്തം ക്യൂട്ട് ഐറ്റംസ് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുടെ എലഗൻ്റൊക്കെ മറക്കാൻ പറ്റുമോ അങ്ങനെ? അപ്പം ഞാൻ അതുകൊണ്ട് ലാസ്റ്റ് എനിക്കിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മുടി പകുതിക്ക് വെച്ച് കെട്ടണം. അപ്പം ഞാൻ സാധാരണ ബുഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബുഷ് കെട്ടിയൊന്നെ വരുമ്പോൾ തലയിൽ കാണുമ്പോൾ ചടയൊന്നും തോന്നില്ല. പക്ഷെ ചീട് വരുമ്പോൾ ഉള്ളിൽ നിറയെ ചടയാണ്. എനിക്ക് പുറം മാത്രമേ ഇങ്ങനെ സിൽക്ക് പോലെ കിടക്കുള്ളൂ. അപ്പം എനിക്ക് പകുതിക്ക് വെച്ച് കിട്ടുമ്പോൾ ക്ലിപ്പ് വെച്ച് കിട്ടിയാൽ കൊള്ളാമ്പോളും കുറച്ചുകൂടെ നിൽക്കുള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞു ക്ലിപ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ക്ലിപ്പ് കഴിഞ്ഞ് ഇതാണ് ഈ ക്ലിപ്പ്. അപ്പം ഈ ഒരു ക്ലിപ്പിന് ഇതിന് 20 ആണോ 10 ആണോ ഇതിന് രണ്ടും ഒരു പ്രൈസാണെന്ന് എനിക്കറിയാം. പക്ഷെ 20 രൂപയാണ് ഈ 2 അപ്പോൾ നമുക്കിനി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം 20 ഇതിനെത്രയാ? ഇതിന് 20, 40 ആയി. പിന്നെ 40നോട് 10 കൂട്ടുമ്പോൾ 50, 50നോട് 30 കൂട്ടുമ്പോൾ 80, 80നോട് 20 കൂട്ടുമ്പോൾ എത്രയാണ്? അല്ല 80നോട് 20 കൂട്ടുമ്പോൾ 100. അപ്പം 100 രൂപയ്ക്കാണ് ഏറ്റവും മൊത്തം ഞാൻ മേടിച്ചത് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഞാൻ കാണിച്ചിട്ട് ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. ഇവിടെ വെക്കട്ടെ. എനിക്ക് ഏറ്റവും ഫസ്റ്റ് പ്ലേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഞാൻ കൊടുക്കുന്നത് ഇത് കാണിക്കാം. ഇതുണ്ടോ? ഈ 2 കൊപ്സിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മെറ്റീരിയൽ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ്നെസ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. പോയി എല്ലാം പോയി. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ പോയത് എടുത്തു. ഈ 2 ക്ലിപ്പിനാണ് ഞാൻ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അതിൻ്റെ മടി ഇരിക്കട്ടെ. അടുത്തതിൻ്റെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്, അടുത്ത ഞാൻ സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് ഈ ഒരു ക്ലിപ്പിനാണ്. അതെ, ഈ ഒരു കുഞ്ഞൊരു ക്ലിപ്പിന് 30 രൂപയ്ക്ക് വർത്താമെന്ന് വെച്ചാൽ വർത്താം. ഓക്കെ, ഇതിനാണ് ഞാൻ തേർഡ് പ്രൈസ് കൊടുക്കുന്നത്. ഈ ഫോർത്ത് പ്രൈസ് ഞാൻ കൊടുക്കുന്നത് ഫോർത്തല്ല, ഇത് സെക്കൻഡ്. ഇത് 2നും ഫസ്റ്റ് പ്ലേസ്, ഇതിന് സെക്കൻഡ് പ്ലേസ്, പിന്നെ ഇതിന് തേർഡ് പ്ലേസാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതിന് തേർഡ് പ്ലേസ്. ഒത്തായിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ മേടിച്ച എല്ലാ ഐറ്റംസും മിനിയാണ്, മിനി. അതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോകും. പോയായിരുന്നു. ഇത് തേർഡ് പ്ലേസിൻ്റെ ഐറ്റമാണ്. ഇനി അടുത്തത് ഫോർത്ത് പ്ലേസ് വരുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ഫോർത്ത് പ്ലേസ് വരും. ഫിഫ്ത്ത് പ്ലേസ്, ലാസ്റ്റ് പ്ലേസിൽ വരുന്നത് ഇതാണ്. കാരണം നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഡിസൈൻ കുറച്ച് ഓവറായിരുന്നു സംതിങ് ഉള്ള അതിനോട്ടുള്ള. ഓക്കെ, പിന്നെ അത്ര വിലക്കുറവിന് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ മേടിക്കാതിരിക്കും. അപ്പോൾ അതെ, എല്ലാം കൂടെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം.
എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തകർന്ന് പോവാണ്. അത് ഞാൻ എടുത്തിട്ട് വരാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇത് ഞാൻ മേടിച്ചു. ഇതിന് 30 രൂപയാണ്. അടുത്തത് ഇത് 2 ക്ലിപ്പ് മേടിച്ചു. ഇത് രണ്ടിനും കൂടെ 20. പിന്നെ ഇങ്ങനത്തെ 2 മേടിച്ചു. ഇത് 2 കൂടെ 20. പിന്നെ അടുത്തത് ഇങ്ങനത്തെ 2 ക്ലിപ്പ് ബുഷ് മേടിച്ചു. ഇതിന് 20. പിന്നെ ഇങ്ങനത്തെ 1 മേടിച്ചു. ഇതിന് 10 രൂപയായി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ പെരുന്നാളുടെ അൺബോക്സിങ്ങും കഴിഞ്ഞു. ഇനി അടുത്ത സെപ്റ്റംബർ മാസം എൻ്റെ അമ്മ വീട്ടിലൊരു പെരുന്നാൾ വരുന്നുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ അടിക്കാൻ മറക്കരുത്. അതുവരെ ബൈ.